മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ഇടുക്കി, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ മിന്നുന്ന പ്രകടനത്തിൽ നേട്ടം കൊയ്യാനായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. കേരള കോൺഗ്രസുകളുടെ തട്ടകമായ കോട്ടയത്ത് ജോസഫ് ആധിപത്യം ഉറപ്പിച്ചപ്പോൾ ഇടുക്കി നിലനിർത്താൻ കഴിഞ്ഞതും നേട്ടമായി. കോട്ടയം സീറ്റ് ലഭിച്ചതോടെ കേരള കോൺഗ്രസ് സംസ്ഥാന പാർട്ടിയായി മാറുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി.ജെ. ജോസഫ് വിജയിച്ചെങ്കിലും തൊടുപുഴയിൽ വലിയ തോതിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നില്ല. തുടർ ഭരണത്തിന് പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ച 10 സീറ്റുകളിൽ 8ലും തോറ്റ വിഷമമായിരുന്നു അന്ന്. പരാജയത്തിന്റെ പേരിൽ ഏറെ പഴികേട്ട കേരള കോൺഗ്രസിനും പി.ജെ. ജോസഫിനും ഈ ലോക്സഭാ ഇലക്ഷൻ പകവീട്ടലിന്റേതുകൂടിയായിരുന്നു. കേരള കോൺഗ്രസ് തട്ടകമായ കോട്ടയത്തും ഇടുക്കിയിലും വിജയക്കൊടി പാറിച്ചാണ് ഇത്തവണ ജോസഫ് വിഭാഗം പ്രതികാരം വീട്ടിയത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റിൽ ഫ്രാൻസിസ് ജോർജിലൂടെയാണ് വിജയം കൈയടക്കിയതെങ്കിൽ കേരള കോൺഗ്രസിന് പ്രാതിനിധ്യമുള്ള തൊടുപുഴ ഉൾപ്പെടുന്ന ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകളിൽ പകുതിയിലേറെയും നേടിയാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിജയിച്ചത്. അതുകൊണ്ടുതന്നെ ഡീൻ വിജയിച്ച ശേഷം ആദ്യമായി കാണുവാനെത്തിയതും പി.ജെയാണ്. കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണുള്ളതെന്ന് പി.ജെ. പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് തിരിച്ചുവരുന്ന വിഷയത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും പി.ജെ. ഈ കേരള കോൺഗ്രസ് എം തിരിച്ച് UDFിലേക്ക് വരാൻ ആവശ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതായും ജോസഫ് വിഭാഗം കണക്കുകൂട്ടുന്നു. ഇടുക്കിയിലെ വിജയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തട്ടകത്തിൽ നൽകുന്ന ഊർജ്ജം എത്രത്തോളം വലുതാണെന്നറിഞ്ഞാണ് ഓരോ പ്രവർത്തകരും പ്രവർത്തിച്ചത്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചതും പി.ജെ. ജോസഫിന്റെ മണ്ഡലമായ തൊടുപുഴയിലാണ്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ സ്വന്തം മണ്ഡലമായ ഇടുക്കിയിൽ 15,688 വോട്ടിന്റെ ലീഡ് നേടിയാണ് ഇത്തവണ UDF വിജയക്കൊടി പാറിച്ചത്. ന്യൂസ് 18 ഇടുക്കി.